ഹായ്, ഏവർക്കും നമസ്കാരം. പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക്, പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മേഖല നമ്മുടെ തന്നെ തലച്ചോറിനെ കുറിച്ചാണ്. നാഡീവ്യവസ്ഥ. എന്താ പഠിക്കാൻ പോകുന്നത്? നാഡീവ്യവസ്ഥ. നമ്മൾ ആദ്യം പഠിക്കേണ്ട, ബയോളജിയിൽ ആദ്യം പഠിക്കേണ്ട ഒരു മേഖലയായിട്ട് ഞാൻ കരുതപ്പെടുന്നു. കാര്യം നമ്മുടെ തലച്ചോറിനെയാണല്ലോ അവർ പരിശോധിക്കുന്നത്. അപ്പം നാഡീവ്യവസ്ഥ, അതിൽ മസ്തിഷ്കം എന്ന മേഖലയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. നാഡീവ്യവസ്ഥ മുഴുവനും നമുക്ക് പഠിക്കണം. അതിൽ മസ്തിഷ്കത്തിൽ നമ്മൾ തുടങ്ങുകയാണ്. തലച്ചോറ് അല്ലെങ്കിൽ മസ്തിഷ്കം, ബ്രെയിൻ. അപ്പോൾ നമ്മുടെ തലച്ചോറിനെ കുറിച്ചുള്ള പഠനം, ഫ്രിനോളജി. നമ്മുടെയൊക്കെ തലച്ചോറ് ഫ്രീ ആണല്ലോ, നോളജിൻ്റെ കാര്യത്തിൽ ഫ്രീ നോളജ്, അങ്ങനെയെങ്കിലും ഓർത്താൽ മതി. അപ്പോൾ തലച്ചോറിനെ കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി. അപ്പോൾ തലച്ചോറിനെ കുറിച്ചുള്ള പഠനം എന്താ? ഫ്രിനോളജി. തലച്ചോറിൻ്റെ ശരാശരി ഭാരം 1400 ഗ്രാം. തലച്ചോറിൻ്റെ ശരാശരി ഭാരം എത്രയാണ്? 1400 ഗ്രാം. എത്രയാണ്? 1400 ഗ്രാം. തലച്ചോറ് സംരക്ഷിക്കുന്ന അസ്ഥി നിർമ്മിതമായ ഭാഗം ഏതാണ്? കപാലം. തലച്ചോറ് സംരക്ഷിക്കുന്ന അസ്ഥി നിർമ്മിതമായ ഭാഗമാണ് കപാലം അഥവാ ക്രേനിയൻ. നോക്കിയേ, തലച്ചോറ് സംരക്ഷിക്കുന്ന ഈ അസ്ഥി നിർമ്മിതമായ, ഈ പൊട്ടുന്ന അസ്ഥി നിർമ്മിതമായ ഈ ഭാഗത്തിൻ്റെ പേരെന്താണ്? കപാലം. ഏതാണ്? കപാലം. കപാലം അഥവാ ക്രേനിയം. ക്ലിയർ ആയല്ലോ? കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം 8 അസ്ഥി. എത്ര അസ്ഥിയുണ്ട്? 8 അസ്ഥി. അപ്പോൾ ഇനി ഇത് കൂടാതെ തലച്ചോറിനൊരു ആവരണമുണ്ട്. ഏതാ? മെനിഞ്ചസ്. അപ്പോൾ തലച്ചോറിൻ്റെ ആവരണം ഏതാ? മെനിഞ്ചസ്. മെനിഞ്ചസ് എത്ര പാളികൾ നിർമ്മിതമാണ്? 3 പാളി. എത്ര പാളിയാണ്? 3 പാളി. നമുക്ക് നോക്കാം. നോക്കിയേ, മെനിഞ്ചസ് വരച്ചിരിക്കുകയാണ്. എത്ര പാളിയുണ്ട്? 3 പാളി. മെനിഞ്ചസിനകത്ത് എത്ര പാളിയുണ്ട്? 3 പാളി. ഈ 3 പാളിക്കിടയിൽ ഒരു ദ്രാവകമുണ്ട്. സെറിബ്രത്തിന്, ഈ പറയുന്ന മെനിഞ്ചസിൻ്റെ ഈ 3 പാളിക്കകത്തൊരു ദ്രാവകമുണ്ട്. ഏതാ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഏതാണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പോൾ മെനിഞ്ചസിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രാവകത്തിൻ്റെ പേരെന്താ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടുള്ള എന്ത് പരിശോധനയ്ക്കും ഈ ദ്രാവകം എടുത്താണ് പരിശോധിക്കുന്നത്. ഏത് ദ്രാവകം? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ. ഇനി തലച്ചോറിൻ്റെ സങ്കീർണമായ പ്രവർത്തനം മനസ്സിലാക്കുന്ന ആ ഉപകരണം ഉണ്ടല്ലോ, തലച്ചോറിൻ്റെ, മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുന്ന ആ ഉപകരണം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? EEG. ഏതാണ്? EEG. ക്ലിയർ ആയല്ലോ? തലച്ചോറിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുന്ന ഉപകരണമാണ് EEG, ഇലക്ട്രോ എൻസഫലോഗ്രാഫ്. എന്താണ്? തലച്ചോറിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് EEG, ഇലക്ട്രോ എൻസഫലോഗ്രാഫ്. കണ്ടുപിടിച്ചത് ഹാൻസ് ബർജർ. ആരാ കണ്ടുപിടിച്ചത്? ഹാൻസ് ബർജർ. അപ്പോൾ EEG കണ്ടുപിടിച്ച ആരാ? ഹാൻസ് ബർജർ. ക്ലിയർ ആയല്ലോ? ഇനി തലച്ചോറിന് ഏറ്റവും ഭാരം കൂടുതലുള്ള ജീവി, ഏറ്റവും ഭാരം കൂടിയ തലച്ചോറുള്ള ജീവി ഏതാ? സ്പേം തിമിംഗലം. ഏതാണ്? സ്പേം തിമിംഗലം. 7800 ഗ്രാം. എത്രയാണ്? 7800 ഗ്രാമാണ് സ്പേം തിമിംഗലത്തിൻ്റെ തലച്ചോറിൻ്റെ ഭാരം. ഇനി ഈ മെനിഞ്ചസിന് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അണുബാധയുണ്ടല്ലോ, തലച്ചോറിന് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. ഏതാണ്? മെനിഞ്ചൈറ്റിസ്. അപ്പോൾ തലച്ചോറിന് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. ഏതാണ്? മെനിഞ്ചൈറ്റിസ്. വൃക്കയ്ക്കുണ്ടാകുന്ന അണുബാധ ചോദിച്ചാലോ? നെഫറൈറ്റിസ്. ഏതാണ്? വൃക്കയ്ക്കുണ്ടാകുന്ന അണുബാധ ചോദിച്ചാൽ ഏതാ? നെഫറൈറ്റിസ്. നെഫറൈറ്റിസ്. അപ്പോൾ തലച്ചോറിനുണ്ടാകുന്ന അണുബാധ, ബാക്ടീരിയൽ ഇൻഫ്ലമേഷൻ ഓഫ് ബ്രെയിൻ, ഏതാണ്? മെനിഞ്ചൈറ്റിസ്. ഏതാണ്? മെനിഞ്ചൈറ്റിസ്. വൃക്കയ്ക്കുണ്ടാകുന്ന അണുബാധ ഏതാ? നെഫറൈറ്റിസ്. ക്ലിയർ ആണല്ലോ? ഇനി ഈ പറയുന്ന കഴിക്കുന്ന ആഹാരത്തിൻ്റെ അല്ലെ ലഭ്യമാകുന്ന ഊർജത്തിൻ്റെ എത്ര ശതമാനമാണ് തലച്ചോറ് വിനിയോഗിക്കുന്നതെന്ന് ചോദിക്കും. എത്ര ശതമാനമാണ്? 20% ഊർജം. ലഭ്യമാകുന്ന ഊർജത്തിൻ്റെ 20% ഊർജവും വിനിയോഗിക്കുന്ന ആരാണ്? നമ്മുടെ മസ്തിഷ്കമാണ്. ഇപ്പോൾ LGS പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പോൾ മനുഷ്യൻ്റെ മസ്തിഷ്കം എത്ര ശതമാനം ഊർജം ഉപയോഗിക്കുന്നു? ലഭ്യമാകുന്നതിൻ്റെ 20% ഊർജവും വിനിയോഗിക്കുന്ന ആരാണ്? തലച്ചോറാണ്. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? തലച്ചോറിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ നമുക്ക് നോക്കണ്ടേ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ സ്കൂൾ തലങ്ങളിൽ തൊട്ട് പഠിച്ചതാണ്, ഒരിക്കലും അത് മറന്നുപോയി കാണത്തില്ല. അന്നത്തെ ആ മാഷുമാർ പഠിപ്പിച്ചതെല്ലാം നിങ്ങളുടെ തലച്ചോറിൻ്റെ ഒരു കോണിൽ കിടപ്പുണ്ട്. നമുക്കത് ചകഞ്ഞെടുക്കാം. തലച്ചോറിൻ്റെ ഭാഗങ്ങൾ: 1 സെറിബ്രം. ഏതാണ്? എല്ലാവർക്കും അറിയാം, സെറിബ്രം. 2 സെറിബല്ലം. ഏതാണ്? സെറിബല്ലം. ഇത് 2 എല്ലാവർക്കും അറിയാം. അടുത്ത ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേട്ട. ഏതാണ്? മെഡുല്ല ഒബ്ലോങ്കേട്ട. നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. മെഡുല്ല ഒബ്ലോങ്കേട്ട. തൊട്ട് പറയാൻ അടുത്ത ആൾ സുഷുമ്ന. ഏതാണ്? സുഷുമ്ന. അടുത്ത ഭാഗമാണ് ഏതാ?
തലാമസ്. ഏതാണ്? തലാമസ്. അടുത്തത് ഹൈപ്പോ തലാമസ്. അപ്പോൾ തലച്ചോറിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? സെറിബ്രം, സെറിബല്ലം. സെറിബ്രം സെറിബല്ലം എല്ലാവർക്കും അറിയാം. സെറിബ്രം സെറിബല്ലം. മെഡുല്ല ഒബ്ലോങ്കേറ്റ, തൊട്ടുപുറകിൽ സുഷുമ്ന. ഏതാണ്? സുഷുമ്ന. ദെൻ തലാമസ്, ഹൈപ്പോ തലാമസ്. ഭാഗങ്ങൾ മനസ്സിലായല്ലോ. ഇനി തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാ നമുക്ക് നോക്കാം. ഏറ്റവും വലിയ ഭാഗം ഏതാ? സെറിബ്രം. ഏതാണ്? തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രം. രണ്ടാമത്തെ വലിയ ഭാഗം ഏതാണ്? സെറിബല്ലം. രണ്ടാമത്തെ വലുത് ഏതാ? സെറിബല്ലം. ഏറ്റവും ചെറുത് മെഡുല്ല ഒബ്ലോങ്കേട്ട. ഏതാണ്? മെഡുല്ല ഒബ്ലോങ്കേട്ട. അപ്പം തലച്ചോറിൻ്റെ ഭാഗങ്ങളിലേക്ക് നമുക്ക് ഉള്ളറകളിലേക്ക് ഇറങ്ങി നോക്കാം. സെറിബ്രം. അപ്പോൾ ഏറ്റവും വലിയ ഭാഗമാണ് ഏതാ? സെറിബ്രം. നമ്മൾ പഠിച്ചു ഏറ്റവും വലിയ ഭാഗം ഏതാ? സെറിബ്രം. ഇനി ഏറ്റവും മുകളിലുള്ള ഭാഗവും ഏതാണ്? തലച്ചോറിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഭാഗവും ഏതാണ്? സെറിബ്രമാണ്. നമ്മുടെ ബോധമണ്ഡലം എന്നറിയപ്പെടുന്ന ഭാഗമാണ് സെറിബ്രം. ബോധമണ്ഡലം എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഏതാ? സെറിബ്രം. ക്ലിയർ ആയല്ലോ? ബോധമണ്ഡലം എന്നറിയപ്പെടുന്ന ഭാഗം ഏതാ? സെറിബ്രം. നമുക്കൊരു ബോധമില്ലേ? ഇപ്പം നിങ്ങൾ എന്നെ കണ്ടു, ഇന്ന് ആദ്യമായിട്ട് കാണുകയായിരിക്കാം, അല്ല നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കാം. ഈ വീണ്ടും അടുത്ത ക്ലാസ്സിൽ എന്നെ കാണുമ്പോൾ നിങ്ങൾ തിരിച്ചറിയില്ലേ? ആ തിരിച്ചറിയുന്ന ഭാഗം ഏതാ? സെറിബ്രം. നമ്മൾ ഒരാളെ ഒരു തവണ കണ്ടാൽ, പിന്നെ വഴി വെച്ച് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതെവിടെയാണ് മനസ്സിലാക്കുന്നത്? സെറിബ്രം. നമുക്ക് ബോധമുണ്ട്, ആ ബോധമണ്ഡലം ഏതാണ്? സെറിബ്രം. നമുക്ക് ബോധം മനസ്സിലാക്കുന്നത് എങ്ങനെയൊക്കെയാണ്? കാഴ്ച, കേൾവി. ഇപ്പം എന്നെ നിങ്ങൾ കണ്ടു, അടുത്ത ക്ലാസ്സിൽ വീണ്ടും തിരിച്ചറിയുന്നു. എവിടെയാ? സെറിബ്രം. മോഹൻലാലിൻ്റെ സൗണ്ട് ഫെമിലിയർ അല്ലേ? മലയാളികൾക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ള, പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ശബ്ദമാണ് മോഹൻലാലിൻ്റെ. ഈ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും. എവിടെയാണ് മനസ്സിലാക്കുന്നത്? സെറിബ്രത്തിലാണ്. രുചി മനസ്സിലാക്കുന്നത്, നമ്മൾ നാവുകൊണ്ട് രുചി അറിയുന്നത് മനസ്സിലാക്കുന്നത് എവിടെയാണ്? സെറിബ്രത്തിലാണ്. സ്പർശം മനസ്സിലാക്കുന്നത് എവിടെയാണ്? ഈ പറയുന്ന സെറിബ്രത്തിലാണ്. കണ്ണടച്ചിരിക്കുമ്പോൾ റോസാപ്പൂവിൻ്റെ മണം നമ്മൾ അറിയുന്നുണ്ട്. ഈ ഗന്ധം മനസ്സിലാക്കുന്ന എവിടെയാണ്? സെറിബ്രം. ഇത്തരത്തിൽ എല്ലാ ബോധങ്ങളും മനസ്സിലാക്കുന്ന ഭാഗം ഏതാണ്? സെറിബ്രം. അപ്പം നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള, പഞ്ചേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ മനസ്സിലാക്കുന്ന ഭാഗം ഏതാണ്? സെറിബ്രം. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം, ഓർമ്മ, സുബോധം, യുക്തിചിന്ത തുടങ്ങിയവയുടെ ഒക്കെ കേന്ദ്രം ഏതാണ്? സെറിബ്രം. ഏതിൻ്റെയൊക്കെയാണ്? കാഴ്ച, കണ്ടു എന്ന് മനസ്സിലാക്കുന്നത് എവിടെയാ? സെറിബ്രം. കേൾക്കുന്നു എവിടെയാ മനസ്സിലാക്കുന്നത്? സെറിബ്രം. കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം, ഓർമ്മ, സുബോധം തുടങ്ങിയവയുടെ ഒക്കെ കേന്ദ്രം ഏതാണ്? സെറിബ്രം. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണല്ലോ? അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ രണ്ട് രീതിയിലുള്ള പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഒന്ന് ഐച്ഛികം, ഒന്നെന്താണ്? ഐച്ഛിക പ്രവർത്തനം. ക്ലിയർ ആയല്ലോ? മറ്റൊന്ന് അനൈച്ഛിക പ്രവർത്തനം. ഏതാണ്? ഒന്ന് ഐച്ഛിക പ്രവർത്തനം, മറ്റൊന്ന് അനൈച്ഛിക പ്രവർത്തനം. ഒന്നുമില്ലത്, നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാണ് ഐച്ഛികം. എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യുന്ന പ്രവർത്തനമാണ് ഏതാ? ഐച്ഛികം. ഓടുന്നു, ചാടുന്നു, ഇടിക്കുന്നു, സൈറ്റ് അടിക്കുന്നു, ഇതൊക്കെ എന്താണ്? ഐച്ഛിക പ്രവർത്തനമാണ്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാണ് ഐച്ഛികം. എന്നാൽ നമ്മുടെ ഇഷ്ടത്തിന് അല്ലാതെ നടക്കുന്ന പ്രവർത്തനമുണ്ട്. ഹൃദയമെടുപ്പ് നമ്മുടെ കൺട്രോളിലാണോ? അല്ല. അല്ലയോ ഹൃദയമേ, കുറേ കാലമായി ഇടിക്കുന്നതല്ലേ, ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. കഴിച്ച ആഹാരം ദഹിക്കേണ്ട എന്ന് പറഞ്ഞാൽ കേൾക്കില്ല. ശ്വസന പ്രക്രിയയെ പിടിച്ചു നിർത്താൻ കഴിയില്ല. ഇതൊക്കെ എന്തൊരു പ്രവർത്തനമാണ്? അനൈച്ഛികം. ഏതൊക്കെയാണ്? ഹൃദയമെടുപ്പ്, ശ്വസന പ്രക്രിയ, ദഹന പ്രക്രിയ, ഛർദി, ഇതൊക്കെ എന്തൊരു പ്രവർത്തനമാണ്? അനൈച്ഛിക പ്രവർത്തനങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബോധപൂർവം ചെയ്യുന്ന പ്രവർത്തനം ഏതാ? ഐച്ഛികം. ബോധമണ്ഡലം ഏതാ? ഐച്ഛികം അല്ലേ? അപ്പോൾ ബോധപൂർവം ചെയ്യുന്ന പ്രവർത്തനം ഐച്ഛികമാണെന്ന് മനസ്സിലായി. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? സെറിബ്രം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണ്? സെറിബ്രം. ബോധമണ്ഡലം സെറിബ്രം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം സെറിബ്രം. ക്ലിയർ ആയല്ലോ? ഇനി ഒരാൾ ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം നമ്മുടെ തലച്ചോറിൽ രൂപീകരിക്കും. ക്ലിയർ അല്ലേ? ഒരു കഥയെക്കുറിച്ച്, ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു ചിത്രം നമ്മുടെ തലച്ചോറിൽ രൂപീകരിക്കാറുണ്ട്. പറയുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു ഇമേജ് രൂപീകരിക്കും. ഈ വിഷ്വലൈസ് ചെയ്യും. ഈ വസ്തുക്കളുടെ ചിത്രങ്ങൾ രൂപീകരിക്കുന്ന സെറിബ്രത്തിനൊരു ഭാഗമുണ്ട്. ആ ഭാഗമാണ് വെർണിക്കസ് ഏരിയ. വസ്തുക്കളുടെ ചിത്രങ്ങൾ രൂപീകരിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. മാഷുമാരൊക്കെ പറയത്തില്ലേ, ചിത്രീകരിച്ച് പഠിക്കുക, വിഷ്വലൈസ് ചെയ്ത് പഠിക്കുക.
വലിയ പോയിൻ്റാണ്. ചിത്രങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ വസ്തുക്കളുടെ ചിത്രങ്ങൾ രൂപീകരിക്കുന്ന സെറിബ്രത്തിൻ്റെ ഭാഗമാണ് ഏതാ? വെർണിക്കസ് ഏരിയ. ഏതാണ്? വെർണിക്കസ് ഏരിയ. ഇനി അതുപോലെ തന്നെ സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിൻ്റെ ഭാഗം. നമ്മുടെ വീട്ടിൽ സംസാരിക്കാൻ വേണ്ടി ആദ്യം വരുന്ന ആരാ? ബ്രോക്കർമാരാ. ഒരു കല്യാണം നടക്കണം, ഒരു വസ്തു വിൽക്കണം, ഒരു വീട് മേടിക്കണം, ആരെ ഏൽപ്പിക്കുന്നത്? ബ്രോക്കറിനെ. എന്തിനാ ബ്രോക്കറിനെ ഏൽപ്പിക്കുന്നത്? അദ്ദേഹം പോയി ആദ്യം സംസാരിച്ച് ഉറപ്പിക്കും. സംസാരിക്കുന്ന മനുഷ്യൻ്റെ പേരാണ് ബ്രോക്കർ എന്നെങ്കിലും ഓർത്തിരിക്കുക. അങ്ങനെങ്കിലും തലയിൽ ഓർത്തിരിക്കുക. സംസാരിക്കുന്ന മനുഷ്യൻ ബ്രോക്കർ എങ്കിൽ സംസാരശേഷിയെ നിയന്ത്രിക്കുന്ന സെറിബ്രത്തിൻ്റെ ഭാഗമാണ് ബ്രോക്കസ് ഏരിയ. ഈ സെറിബ്രം ഉണ്ടല്ലോ, നമ്മുടെ ഈ സെറിബ്രം മുകളിലിരിക്കുന്ന ഈ തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം, സെറിബ്രത്തെ 2 അർദ്ധഗോളങ്ങളായി തിരിക്കാം, 2 ഹെമിസ്ഫിയറായി തിരിക്കാം. കണ്ടേ, ഇടത്തെ അർദ്ധഗോളം എന്നും വലത്തെ അർദ്ധഗോളം എന്നും 2ആയിട്ട് തിരിക്കാം. ഇടത്തെ ലെഫ്റ്റും റൈറ്റും 2 അർദ്ധഗോളങ്ങളായി തിരിക്കാം. ഞാൻ വരച്ചപ്പോൾ അങ്ങനെ ആയിപ്പോയെന്നേ ഉള്ള 2 ഹെമിസ്ഫിയറായി തിരിക്കാം. ഇടത്തെ അർദ്ധഗോളവും വലത്തെ അർദ്ധഗോളവും. അപ്പോൾ സെറിബ്രത്തിൻ്റെ ഈ 2 അർദ്ധഗോളങ്ങളിൽ ഇടത്തെ അർദ്ധഗോളം ശരീരത്തിൻ്റെ വലതുഭാഗത്തെ നിയന്ത്രിക്കും, വലത്തെ അർദ്ധഗോളം ശരീരത്തിൻ്റെ ഇടതുഭാഗത്തെ നിയന്ത്രിക്കും. മനസ്സിലായോ? അപ്പോൾ സെറിബ്രത്തെ 2 അർദ്ധഗോളങ്ങളായി തിരിക്കാം. ഇടത്തെ അർദ്ധഗോളം ശരീരത്തിൻ്റെ വലതുഭാഗത്തെ നിയന്ത്രിക്കും, വലത്തെ അർദ്ധഗോളം ശരീരത്തിൻ്റെ ഇടതുഭാഗത്തെ നിയന്ത്രിക്കും. ക്ലിയർ ആയല്ലോ? ഈ ഇടത് വലത് സെറിബ്രത്തിൻ്റെ ഈ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാ എന്ന് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കോർപ്പസ് കലോസം. ഏതാണ്? കോർപ്പസ് കലോസം. മറക്കരുത്, കോർപ്പസ് കലോസം. അപ്പോൾ സെറിബ്രത്തിൻ്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് കോർപ്പസ് കലോസം. ക്ലിയർ ആയല്ലോ? അപ്പോൾ തലച്ചോറിൻ്റെ 2ാമത്തെ വലിയ ഭാഗമാണ് ഏതാ? 2ാമത്തെ വലിയ ഭാഗം നമ്മൾ പഠിച്ചതല്ലേ? സെറിബെല്ലം. 2ാമത്തെ വലിയ ഭാഗം ഏതാ? സെറിബെല്ലം. ഭാഗമാണ് ഏതാ? സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന ഭാഗം ഏതാണ്? സെറിബെല്ലം. മദ്യപിച്ചു, ഞാൻ മദ്യപിച്ചു എന്ന് കരുതുക. മദ്യം ബാധിക്കുന്ന എവിടെയാ? സെറിബെല്ലത്തെ. നോക്കിപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, മദ്യം കഴിച്ചാലാണല്ലോ പ്രശ്നം. മദ്യം കഴിച്ചാൽ എന്തായിരിക്കും പ്രശ്നം? എനിക്കൊരു പേര് പിന്നെ വീഡിയോയിൽ എന്താണ്? പാമ്പെന്ന് വിളിക്കും. മദ്യപാനികളെ കേരളത്തിൽ വിളിക്കുന്ന പേര് പാമ്പെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്താ അങ്ങനെ വിളിക്കാനുള്ള കാരണം? ആടുക മാത്രമാണോ? ബോഡിയുടെ ബാലൻസിങ് നഷ്ടപ്പെട്ടു, തുല്യനില നഷ്ടപ്പെട്ടു. നമുക്ക് നോക്കാം. തുല്യനില പരിപാലിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബെല്ലം. മദ്യം ബാധിച്ചപ്പോൾ എന്ത് നഷ്ടപ്പെട്ടു? ബോഡിയുടെ ബാലൻസിങ്, തുലനനില നഷ്ടപ്പെട്ടു. തുലനില പരിപാലിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാ? സെറിബെല്ലം. ക്ലിയർ ആയല്ലോ? എന്നാൽ തുലനില പരിപാലിക്കുന്ന അവയവം ചെവി. ചെവിയുടെ പൊത്തി അടി കൊള്ളുമ്പോൾ നമ്മുടെ ബാലൻസിങ് ഒക്കെ താറുമാറാവും. അപ്പോൾ ചെവിയുടെ ഫംഗ്ഷൻ കേൾവി മാത്രമല്ല, ബോഡിയുടെ ബാലൻസിങ്ങും ഉണ്ട്. നമുക്ക് വിശദമായി ചെവിക്കകത്ത് മനസ്സിലാക്കാം. എങ്കിലും തുലനില പരിപാലിക്കുന്ന അവയവം ചെവി, തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലം. ക്ലിയർ ആയല്ലോ? എന്നാൽ കഴിഞ്ഞ LDക്ക് തിരുവനന്തപുരം ജില്ലയിൽ ചോദിച്ച ചോദ്യത്തിലേക്ക് കടക്കാം. പേശി പ്രവർത്തനങ്ങൾ. ഇപ്പോൾ മദ്യപിച്ച് കഴിയുമ്പോൾ പേശി പ്രവർത്തനങ്ങൾ താളം തെറ്റി ഇങ്ങനെ ആടി വരുന്നു. അപ്പോൾ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം, പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാ? സെറിബെല്ലം. ഏതാണ്? സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാ? സെറിബെല്ലം. അപ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ അടുത്ത ഭാഗമാണ് മെഡുല്ല ഒബ്ലോങ്കേട്ട. ഏതാണ്? മെഡുല്ല ഒബ്ലോങ്കേട്ട. നമ്മൾ പറഞ്ഞില്ലേ, മെഡുല്ല ഒബ്ലോങ്കേട്ട എന്ന് പറയുമ്പം അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം ഏറ്റവും ചെറിയ ഭാഗമാണ്. നമുക്കറിയാം, നമ്മുടെ മർമ്മമാണ് മെഡുല്ല ഒബ്ലോങ്കേട്ട എന്നറിയില്ലേ? നമ്മുടെ മർമ്മമാണ് പ്രധാനപ്പെട്ട. ഹെൽമറ്റ് വെച്ച് സംരക്ഷിക്കുന്നു. ഇവിടെ ഇടി കൊണ്ടാൽ നമുക്ക് മരണം സംഭവിക്കും. ഇത്രയൊക്കെ അറിയാവുന്നൊരു ഉദ്യോഗാർത്ഥിക്ക് ആൻസറോടെ കണ്ടുപിടിച്ചൂടെ? ഇവിടെ ഇടി കൊള്ളുമ്പം ഹൃദയമിടിപ്പ് നിൽക്കുന്നു. ഹൃദയമിടിപ്പ് നിന്നാൽ നമ്മൾ മരിക്കുകയാണ്. ഹൃദയമിടിപ്പ് ഐച്ഛികമോ അനൈച്ഛികമോ? സംശയമില്ല, അനൈച്ഛികം. അപ്പോൾ ഹൃദയമിടിപ്പ്, ദഹന പ്രക്രിയ, ശ്വസന പ്രക്രിയ, ഇതൊക്കെ എന്തൊരു പ്രവർത്തനമാണ്? അനൈച്ഛിക പ്രവർത്തനങ്ങളാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? മെഡുല്ല ഒബ്ലോങ്കേട്ട. അപ്പോൾ നമ്മുടെ അടുത്ത തലച്ചോറിൻ്റെ ഭാഗമാണ് സുഷുമ്ന. സുഷുമ്ന എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേട്ടയിലെ ഏറ്റവും ചെറിയ തലച്ചോറിൻ്റെ ഭാഗമായിട്ടുള്ള മെഡുല്ല ഒബ്ലോങ്കേട്ടയുടെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് സുഷുമ്ന. ആരുടെ തുടർച്ചയാണ്?
ഇറ്റ് ഈസ് ദ കണ്ടിന്യൂഷൻ ഓഫ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. അപ്പോൾ മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗമാണ് സുഷുമ്ന. ക്ലിയർ ആയല്ലോ? ഇതിൻ്റെ ശരാശരി നീളം 45 സെൻറ്റിമീറ്റർ. നമ്മുടെ പുറത്തിൻ്റെ നീളം ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് സുഷുമ്ന. ശരാശരി നീളം 45 സെൻറ്റിമീറ്റർ. ക്ലിയർ ആയല്ലോ? ഇത് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ്. എന്തൊരു പ്രവർത്തനമാണ്? റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ, ആകസ്മികമായി ഉണ്ടാകുന്ന, അതായത് പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ. നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ കുത്താൻ വന്നാൽ പെട്ടെന്ന് നമ്മൾ കണ്ണടയ്ക്കുന്നു. റോസാപ്പ് വെച്ചുമ്പോൾ മുള്ളു കൊള്ളുമ്പോൾ പെട്ടെന്ന് കൈ വലിക്കുന്നു. വിളക്ക് കത്തിക്കുമ്പോൾ കൈ പൊള്ളുമ്പോൾ നമ്മൾ പെട്ടെന്ന് കൈ പിറകോട്ട് വലിക്കുന്നു. ഇതാണ് റിഫ്ലക്സ് പ്രവർത്തനം. ഇത്തരത്തിലുള്ള ആകസ്മികമായി ഉണ്ടാകുന്ന റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് ഏത്? സുഷുമ്ന. ക്ലിയർ ആയല്ലോ? അപ്പോൾ അടുത്ത തലച്ചോറിൻ്റെ ഭാഗമാണ് ഏതാ? തലാമസ്. ഏതാണ്? തലാമസ്. തലാമസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇങ്ങനെ പഠിക്കുക, തടയുന്ന ആളാണ് തലാമസ്. എങ്ങനെ പഠിക്കുക? നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ ഓർത്തിരിക്കാൻ പറ്റും. തടയുന്ന ആൾ, തലച്ചോറിൽ തടയുന്ന ഒരാളുണ്ട്, അതാണ് തലാമസ്. തടയുന്ന ആളുടെ പേരെന്താ? തലാമസ്. ക്ലിയർ ആയല്ലോ? എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന ഭാഗമാണ് തലാമസ്. ക്ലിയർ ആയോ? വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് തലാമസ്. അപ്പോൾ വേദനാ സംഹാരി തലാമസിൽ പ്രവർത്തിക്കുന്നു. വേദനാ സംഹാരി കുത്തിവെച്ചാൽ വേദന ഇല്ലാണ്ടാവുമോ അതോ അറിയാണ്ടിരിക്കുമോ? ചിന്തിക്കുക. താൽക്കാലികമായി അറിയാതിരിക്കുകയാണ്. അപ്പോൾ അവിടെ വേദന ഇല്ലാണ്ടായില്ല, തൽക്കാലത്തേക്ക് തലച്ചോറ് അറിയുന്നില്ല, ആരോ തടയുന്നുണ്ട്. വേദന എന്ന അനുഭവത്തെ അവിടെ തടയുന്നു. വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന ഭാഗമാണ് തലാമസ്. നമുക്ക് നോക്കാം, ചിത്രങ്ങളിലൂടെ പറയാം. ഇത് സെറിബ്രം. നോക്കുക, ഇത് സെറിബ്രമാണെന്ന് കരുതുക. അതിൻ്റെ തൊട്ട് താഴെ കാണുന്നൊരു ഭാഗമാണ് തലാമസ്. അപ്പോൾ സെറിബ്രത്തിന് തൊട്ട് താഴെ കാണുന്നൊരു ഭാഗമാണ് തലാമസ്. വേദനാ സംഹാരി ഇവിടെ പ്രവർത്തിക്കും, തലാമസിൽ പ്രവർത്തിക്കും. ക്ലിയർ ആണല്ലോ? തലാമസിൽ വേദനാ സംഹാരി പ്രവർത്തിക്കുന്നു. വേദന എന്ന അനുഭവത്തെ ഇവിടെ തടയുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന ഭാഗമാണ് ഏതാ? തലാമസ്. അതുപോലെ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിദ്രാവേളകളിൽ പുറത്തു നടക്കുന്ന യാതൊരു കാര്യങ്ങളും നമ്മൾ അറിയുന്നില്ല, ശരിയല്ലേ? ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ കണ്ണടച്ചുറങ്ങുമ്പം കാണുന്നില്ല, ശരിയാ, കാണേണ്ട ആവശ്യമില്ല. പക്ഷെ ചെവി തുറന്നല്ലേ ഇരിക്കണ്ടേ, ശബ്ദം കേൾക്കേണ്ടതല്ലേ, പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നിദ്രാവേളകളിൽ തലച്ചോറിലേക്കുള്ള ആവേഗങ്ങളെ ആരോ തടയുന്നു. നിദ്രാവേളകളിൽ തലച്ചോറിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നു. ആരാണ്? തലാമസ്. തടയുന്നവൻ, വഹിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഇയാൾക്ക് വിളിക്കുന്നൊരു പേരുണ്ട്, റിലേ സെൻറ്റർ. എന്തറിയപ്പെടും? താഴെ തന്നിരിക്കുന്നവയിൽ റിലേ സെൻറ്റർ അല്ലെങ്കിൽ റിലേ സെൻറ്റർ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? അല്ലെങ്കിൽ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? അത് നമ്മുടെ തലാമസ് ആണ്. ക്ലിയർ ആയല്ലോ? ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ച റിലേ സെൻറ്റർ അല്ലെങ്കിൽ റിലേ സ്റ്റേഷൻ, റിലേ സെൻറ്റർ അല്ലെങ്കിൽ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഭാഗമാണ് തലാമസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അടുത്ത തലച്ചോറിൻ്റെ ഭാഗം ഏതാ? ഹൈപ്പോതലാമസ്. ഏതാണ്? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞാൽ എന്താ? വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി തുടങ്ങിയവയെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് ഏതാ? ഹൈപ്പോതലാമസ്. എന്തൊക്കെയാണ്? വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി തുടങ്ങിയവയെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. അപ്പോൾ വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി തുടങ്ങിയവയെ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാ? ഹൈപ്പോതലാമസ്. ക്ലിയർ ആയല്ലോ? അതുപോലെ ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന ഭാഗം, നമുക്കൊരു ഊഷ്മാവുണ്ട്, ബോഡിയുടെ ഊഷ്മാവ് എത്രയെന്ന് അറിയാമോ? 36.9 ഡിഗ്രി സെൽഷ്യസ്. ചില ആൾക്കാർ 37 എന്ന് പറയാനിരിക്കുകയാണ്. 37 നമ്മൾ പറയണ്ട, 37 റൗണ്ട് ചെയ്തൊരു ഫിഗർ പറയുകയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് 36.9. ഒരിക്കൽ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ ചോദിച്ചു. ഈ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഏറെക്കുറെ ഉദ്യോഗാർത്ഥികൾ ഈ 37ലേക്ക് പോയി. തെറ്റ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് എത്രയാണ്? 36.9 ഡിഗ്രി സെൽഷ്യസ്. 36.9 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 310 കെൽവിൻ. 310 കെൽവിൻ. അതും അല്ലെങ്കിൽ 98.4 ഡിഗ്രി ഫാരൻഹീറ്റ്. ഈ ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. അപ്പോൾ അവിടുന്ന് വേറൊരു ചോദ്യം, ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന അവയവം ഏതാണ്? ത്വക്ക്. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന അവയവം ഏതാ? ത്വക്ക്. ഇനി ഈ ഹൈപ്പോതലാമസ് ഒരു തലച്ചോറിൻ്റെ ഭാഗം മാത്രമല്ല കേട്ടോ. തലച്ചോറിൻ്റെ ഭാഗം മാത്രമല്ല, ഒരു ഗ്രന്ഥി കൂടിയാണ്. എന്തുകൂടിയാണ്? ഗ്രന്ഥി കൂടിയാണ്. ഇദ്ദേഹം 2 ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഒന്ന് ഓക്സിറ്റോസിൻ. ഒന്നെന്താണ്? ഓക്സിറ്റോസിൻ. മറ്റൊന്ന് വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. എത്ര ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു? 2 ഹോർമോണുകളെ. ഏതൊക്കെയാണ്? ഓക്സിറ്റോസിനും വാസോപ്രസിനും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞു എത്ര ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹൈപ്പോതലാമസ്? 2. ഏതൊക്കെ? ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. ഓക്സിറ്റോസിൻ എന്ന് പറയുമ്പോൾ ഗർഭിണികളെ ഓർത്തോണം.
ഗർഭാശയ ഭിത്തിയുടെ സങ്കോച വികാസത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അപ്പോൾ ഗർഭാശയ ഭിത്തിയുടെ സങ്കോച വികാസത്തിന് സഹായിക്കുന്ന ഹോർമോൺ. ക്ലിയർ ആയല്ലോ? അപ്പോൾ യൂട്രസിൻ്റെ ഈ ഗർഭാശയ ഭിത്തിയുടെ സങ്കോച വികാസം ഉണ്ടായെങ്കിൽ മാത്രമേ പ്രസവം നടക്കുകയുള്ളൂ. പ്രസവം ഈസിയാക്കാൻ വേണ്ടി അവസാനം കൊടുക്കുന്നൊരു കുത്തിവയ്പ്പിൻ്റെ പേരെന്താ? ഓക്സിറ്റോസിൻ കുത്തിവയ്പ്പ്. ഓക്സിറ്റോസിൻ കുത്തിവയ്പ്പ് എടുക്കുന്ന ആർക്കാ? ഗർഭിണികൾക്ക്. ആയതിനാൽ ഈ ഹോർമോണിനെ വിളിക്കുന്നൊരു പേരുണ്ട് ബർത്ത് ഹോർമോൺ. എന്ത് വിളിക്കും? ബർത്ത് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? ഓക്സിറ്റോസിനെയാണ്. വാസോപ്രസിൻ, അടുത്ത ഹോർമോൺ ഏതാ? വാസോപ്രസിൻ. ഇതിന് മറ്റൊരു പേരുണ്ട് ADH അല്ലെങ്കിൽ ആൻറ്റി ഡൈ യൂററ്റിക് ഹോർമോൺ. അപ്പോൾ ADH, അപ്പോൾ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ ഹോർമോൺ ഏതാണ്? ADH അല്ലെങ്കിൽ വാസോപ്രസിൻ അല്ലെങ്കിൽ ADH, ആൻറ്റി ഡൈ യൂററ്റിക് ഹോർമോൺ. ക്ലിയർ ആയല്ലോ? ഇനി മനുഷ്യരിലെ ജലത്തിൻ്റെ അളവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. മനുഷ്യരിലെ ജലത്തിൻ്റെ അളവ് എത്രയാണെന്നറിയാമോ? 65%. എത്രയാണ്? 65%. മനുഷ്യരുടെ ജലത്തിൻ്റെ അളവ് 65%. ഒരു മനുഷ്യൻ്റെ ദേഹത്ത് ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണ്? ജലം. 65% അല്ലെങ്കിൽ 40 ലിറ്റർ. അപ്പോൾ മനുഷ്യൻ്റെ ദേഹത്ത് ജലാംശം എത്രയാണ്? ഒന്നുകിൽ 65% എന്ന് പറയാം, അല്ലെങ്കിൽ ലിറ്ററിൽ 40 ലിറ്റർ. വുമൺസ് എക്സൈസ് ഗാർഡ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. മനുഷ്യരിൽ ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലം. ആ ജലത്തിൻ്റെ അളവ് 65% അല്ലെങ്കിൽ 40 ലിറ്റർ. ഈ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഏതാ? ADH. ഏതാണ്? ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഏതാ? ADH. ക്ലിയർ ആയല്ലോ? അപ്പോൾ മനുഷ്യരുടെ ജലത്തിൻ്റെ അളവ് എത്രയാ? 65% അല്ലെങ്കിൽ 40 ലിറ്റർ. ഈ ADHൻ്റെ അളവ് കുറഞ്ഞാൽ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് കുറയും. മനസ്സിലായോ? ADH അല്ലെങ്കിൽ വാസോപ്രസിൻ്റെ അളവ് കുറഞ്ഞാൽ ജലാംശം ശരീരത്തിൽ കുറയും. അപ്പോൾ ADHൻ്റെ അളവ് കുറഞ്ഞാൽ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് കുറയും. ഈ അവസ്ഥയുണ്ടല്ലോ, ഇതിനെ വിളിക്കുന്ന പേരാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അപ്പോൾ ADHൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ക്ലിയർ ആയല്ലോ? മനസ്സിലായല്ലോ? ഹൈപ്പോതലാമസ് തലച്ചോറിൻ്റെ ഭാഗവുമാണ്, അതിലുപരി ഒരു ഗ്രന്ഥിയുമാണ്. അപ്പോൾ കുമ്പിടി എന്ന് വേണേൽ പറയാം. അവിടെയുണ്ട്, ഇവിടെയുണ്ട്. തലച്ചോറിൻ്റെ ഭാഗവുമാണ്, ഒരു ഗ്രന്ഥിയുമാണ്. എങ്കിൽ ഇയാൾക്കൊരു ഇരട്ട പേര് കൊടുക്കാം. ശരീരത്തിലെ ഒരേ ഒരു ന്യൂറോക്രൈൻ ഗ്രന്ഥി. എന്താ പറഞ്ഞേ? ശരീരത്തിലെ ഒരേ ഒരു തലച്ചോറുമായി ബന്ധപ്പെട്ടപ്പോൾ ന്യൂറോ ഗ്രന്ഥിയുമായിട്ടായപ്പോൾ ക്രൈൻ ചേർത്ത് ന്യൂറോക്രൈൻ ഗ്രന്ഥി. അപ്പോൾ ശരീരത്തിലെ ഒരേ ഒരു ന്യൂറോക്രൈൻ ഗ്രന്ഥിയാണ് ഏതാ? ഹൈപ്പോതലാമസ്. ക്ലിയർ ആയല്ലോ? കഴിഞ്ഞ LDക്കും കഴിഞ്ഞ മുമ്പത്തെ എല്ലാ പരീക്ഷകളിലും ഇവിടുന്ന് ചോദ്യം ഉണ്ടായിട്ടുണ്ട്. നന്നായിട്ട് ആവർത്തിച്ച് കേട്ട് പഠിക്കുക. ഇത് തീർന്നില്ല. ഇത് നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടുന്നൊരു മേഖലയാണ് തലച്ചോറ്. അപ്പോൾ നാഡീവ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണ്ടേ? അപ്പോൾ അതിലേക്കൊന്ന് കിടക്കാം. അപ്പം നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടുന്നൊരു ഭാഗമാണ് മസ്തിഷ്കം, തലച്ചോറ്. അതാണ് നമ്മൾ പഠിച്ചത്. തലച്ചോറിനെ കുറിച്ചുള്ള പഠനം എന്താ? ഫ്രിനോളജി. എല്ലാം മനസ്സിലായില്ലേ? അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളറകളിലേക്ക് കുറച്ചും കൂടി ഇറങ്ങി നോക്കാം. നമുക്ക് നമ്മുടെ മാർഗ്ഗം നഷ്ടപ്പെടാൻ പാടില്ല. അപ്പം നാഡീവ്യവസ്ഥ, ഇതിൻ്റെ അടിസ്ഥാന ഘടകം LGS, LDC നിരവധി പരീക്ഷ ചോദിച്ചത്. ഈ ഒരു റിപ്പീറ്റഡ് ചോദ്യം, ഈ കിടക്കുന്നൊരു ചോദ്യം. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ഏതാണ്? നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ. അപ്പോൾ രണ്ട് വാക്ക് മനസ്സിലാക്കണം. നാഡീകോശത്തിൻ്റെ ഇംഗ്ലീഷാണ് ന്യൂറോൺ. ഏതാണ്? നാഡീകോശത്തിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ന്യൂറോൺ. അപ്പോൾ ചിത്രത്തിലേക്ക് നോക്ക്. ചിത്രം കണ്ടില്ലേ? ചിത്രത്തിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമായ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശത്തിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് എന്തുപോലെ തോന്നുന്നു? ഒരു നക്ഷത്രത്തിന് ഒരു വാല് നീണ്ടുപോയതുപോലെയുള്ള ഒരു ചിത്രം. അപ്പോൾ ഈ കാണുന്ന ഈ നാഡീകോശത്തിൻ്റെ ഈ നീണ്ട തന്തുവാണ്. ഇതാ ഈ വരയ്ക്കുന്നുണ്ടല്ലോ, ഈ നീണ്ട തന്തുവിൻ്റെ പേരാണ് ആക്സോൺ. ഏതാണ്? ആക്സോൺ. ക്ലിയർ ആയല്ലോ? ആക്സോൺ. ഒരു വാലങ്ങ് നീണ്ടുപോയി. ആ നീണ്ട തന്തുവിൻ്റെ പേരെന്താ? ആക്സോൺ. ഈ ആക്സോൺ ശാഖോപശാഖകളായി പിരിയും. കണ്ടില്ലേ? ഇവിടെ നിന്ന് അങ്ങോട്ട് ശാഖോപശാഖകളായി പിരിയുന്നത്. ഇതിനെ എന്ത് വിളിക്കുന്നു? ആക്സോണൈറ്റുകൾ. എന്ത് വിളിക്കും? ആക്സോണൈറ്റുകൾ. ആക്സോൺ ശാഖോപശാഖകളായി പിരിയുന്നു. അതിനെ എന്ത് വിളിക്കുന്നു? ആക്സോണൈറ്റുകൾ. ഈ പ്രൊജക്ഷനുകൾ കണ്ടില്ലേ? ഇതിനെ എന്ത് വിളിക്കും? ഡെൻഡ്രോണുകൾ. എന്ത് വിളിക്കും? ഡെൻഡ്രോണുകൾ വീണ്ടും ശാഖോപശാഖകളായി പിരിയും. അതിനെ എന്ത് വിളിക്കും? ഡെൻഡ്രൈറ്റുകൾ. ഏതാണ്? ഡെൻഡ്രൈറ്റുകൾ. ടെൻഷൻ അടിക്കേണ്ട, ഇത് പഠിക്കാം. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ കൂട്ടിയാൽ മതി. ഇതൊരു കോശശരീരം. ഇത്രയും ഭാഗം കോശശരീരം. ഓക്കെ ആണല്ലോ? ഇത് ജസ്റ്റ് ഒരു ഐഡിയ മനസ്സിലാക്കണം. അപ്പം നീണ്ട തന്തുവിൻ്റെ പേരെന്താ? ആക്സോൺ. ഇതാണ് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം തോന്നും?
ഏറ്റവും നീളം കൂടിയ കോശം, മനുഷ്യരത്തിൽ ഏറ്റവും നീളം കൂടിയ കോശം ഏതാണ്? ന്യൂറോൺ ആണ്. ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശം അഥവാ ന്യൂറോൺ. ക്ലിയർ ആയല്ലോ? അപ്പോൾ മനുഷ്യരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം കണ്ടില്ലേ? മനുഷ്യരത്തിൽ ഏറ്റവും നീളം കൂടിയ കോശം ഏതാ? നാഡീകോശം. ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശം അല്ലെങ്കിൽ ന്യൂറോൺ. നമുക്ക് ന്യൂറോൺ എന്നല്ലേ പറയാൻ സുഖം, അങ്ങനെ പറയാം. അപ്പോൾ ഏറ്റവും നീളം കൂടിയ കോശം ന്യൂറോൺ. ഏറ്റവും ആയുസ് കൂടിയ കോശം, മനുഷ്യരത്തിൽ ഏറ്റവും ആയുസ് കൂടിയ കോശം നമുക്ക് നോക്കാം. എത്രയാണ് ആയുസ് നോക്കണ്ടേ? 80 മുതൽ 100 വർഷം. 80 മുതൽ 100 വർഷമാണ് ആയുസ്. അപ്പോൾ ഏറ്റവും ആയുസ് കൂടിയ കോശം ഏതാണ്? ന്യൂറോൺ. വിഭജനശേഷിയില്ലാത്ത, ഡിവൈഡ് ചെയ്യാനുള്ള കഴിവില്ലാത്തൊരു കോശം ഏതാണ്? മനുഷ്യരത്തിൽ വിഭജനശേഷിയില്ലാത്ത ഏക കോശം ഏതാണ്? ന്യൂറോൺ. അങ്ങനെയാണെങ്കിൽ മനുഷ്യരിലെ ഏറ്റവും വലിയ കോശം ഏതാണെന്ന് അറിയണ്ടേ? ഏറ്റവും വലിയ കോശം സ്ത്രീകളിലെ അണ്ഡകോശം. മനുഷ്യരിലെ ഏറ്റവും വലിയ കോശം സ്ത്രീകളിലെ അണ്ഡകോശം. ഏറ്റവും ചെറിയ കോശം പുരുഷനിലെ പുംബീജം, ബീജകോശം. ഇനി നമ്മുടെ ഈ നാഡീകോശങ്ങൾ കൂട്ടമായിട്ടാണ് കാണുന്നത്. അതിനെ നാഡികളെന്ന് വിളിക്കും. എന്ത് വിളിക്കും? നാഡികൾ. മനുഷ്യരത്തിലെ ആകെ നാഡികളുടെ എണ്ണം, എത്രയാണ്? 43 ജോഡി. മനുഷ്യരിലെ ആകെ നാഡികളുടെ എണ്ണമാണ് എത്രയാ? 43 ജോഡി. മനുഷ്യരിലെ ആകെ നാഡികളുടെ എണ്ണം 43 ജോഡി. അതിൽ 12 ജോഡി എന്താണ്? ശിരോനാഡിയാണ്. 12 ജോഡി എന്താണ്? ശിരസിൽ നിന്ന് ഉത്ഭവിക്കുന്ന നാഡിയാണ്. ശിരസിൽ നിന്നുണ്ടാകുന്നത് ശിരോനാഡി. ബാക്കി വരുന്ന 31 ജോഡി എന്താണ്? സുഷുമ്നാ നാഡി. അപ്പോൾ മനുഷ്യരിലെ ആകെ നാഡി 43 ജോഡി, 12 ജോഡി ശിരോനാഡി, 31 ജോഡി എന്താണ്? സുഷുമ്നയിൽ നിന്നുണ്ടാവുന്നതാണ് സുഷുമ്നാ നാഡി. 31 ജോഡി എന്താണ്? സുഷുമ്നാ നാഡി. ക്ലിയർ ആയല്ലോ? മനുഷ്യരിലെ ആകെ നാഡികളുടെ എണ്ണം എത്രയാ? 43 ജോഡി. അതിൽ 12 ജോഡി എന്താണ്? ശിരോനാഡി. 31 ജോഡി എന്താണ്? സുഷുമ്നാ നാഡി. അപ്പോൾ ആകെ മൊത്തം എത്രയാ? 43 ജോഡി. കണക്ക് മനസ്സിലായല്ലോ? മനുഷ്യരിലെ ഏറ്റവും വലിയ നാഡി ഏതാന്ന് ചോദിക്കുക. ഏറ്റവും വലിയ നാഡി ഏതാ? സയാറ്റിക് നാഡി. മനുഷ്യരിലെ ഏറ്റവും വലിയ നാഡി ഏതാ? സയാറ്റിക് നാഡി. ഏറ്റവും നീളം കൂടിയ നാഡി ഏതാണ്? വാഗസ് നാഡി. അപ്പോൾ 10ാമത്തെ ശിരോനാഡിയാണ് വാഗസ് നാഡി. വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് മനസ്സിലാക്കി വെക്കുക. 10ാമത്തെ ശിരോനാഡിയാണ്. 10ാമത്തെ ശിരോനാഡിയുടെ പേരെന്താ? ഈ പറയുന്ന 10th ക്രേനിയൽ നെർവ്, 10ാം ശിരോനാഡിയുടെ പേരെന്താ? വാഗസ് നാഡി. ക്ലിയർ ആയല്ലോ? ഇനി ഏറ്റവും ചെറിയ നാഡിയാണ് ഏതാ? ടോക്ലിയാർ നാഡി. ഏറ്റവും ചെറിയ നാഡിയുടെ പേരെന്താ? ടോക്ലിയാർ നാഡി. 4ാമത്തെ ശിരോനാഡി. എത്രാമത്തെ ശിരോനാഡി? 4ാമത്തെ ശിരോനാഡിയാണ് ഏതാ? ടോക്ലിയാർ നാഡി. അപ്പോൾ നമ്മുടെ 10ാമത്തെ ശിരോനാഡിയാണ് ഏതാ? വാഗസ് നാഡി. ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും നീളം കൂടിയ നാഡി. ഈ നാഡിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ നാഡികളെ ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ 3ആയി തിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു 2ആയിട്ട് നമ്മൾ തിരിച്ച്. എങ്ങനെ തിരിച്ചത്? ഉത്ഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ആകെ 43 ജോഡി നാഡികളുള്ളതിനെ 2ആയി തിരിച്ചു. ശിരസിൽ നിന്നുണ്ടാവുന്നതും സുഷുമ്നയിൽ നിന്നുണ്ടാവുന്നതും. അത് ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ. ഇനി ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഇവയെ 3ആയി തിരിക്കാം. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നോക്കാം. 1 സംവേദനാഡി. മറ്റൊന്ന് പ്രേരകനാഡി. ഏതാണ്? പ്രേരകനാഡി. മറ്റൊന്ന് സമ്മിശ്രനാഡി. അപ്പോൾ നാഡികളെ 3ആയി തിരിക്കുന്നു. എങ്ങനെയൊക്കെയാ? സംവേദനാഡി, പ്രേരകനാഡി, സമ്മിശ്രനാഡി. ക്ലിയർ ആയല്ലോ? സംവേദനാഡി എന്ന് പറഞ്ഞാൽ സെൻസറി നെർവ്, സംവേദനാഡി. പ്രേരകനാഡി എന്ന് പറഞ്ഞാൽ എന്താണ്? മോട്ടോർ നെർവ്. ഏതാണ്? മോട്ടോർ നെർവ്. സമ്മിശ്രനാഡി, മിക്സഡ് നെർവ്. മനസ്സിലായല്ലോ? ഈ പറയുന്ന ഇംഗ്ലീഷ് വേർഡുകളെ കുറിച്ചെടുക്കണം ആവശ്യമുള്ളവരെ. സംവേദനാഡി. എന്താണ് സംവേദനാഡി? തലച്ചോറിലേക്കും സുഷുമ്നയിലേക്കും ആവേഗങ്ങളെ എത്തിക്കുന്നു. അതായത് തലച്ചോറിലേക്ക് ആവേഗങ്ങളെ എത്തിക്കുന്ന നാഡിയാണ് സംവേദനാഡി. അപ്പോൾ തലച്ചോറിലേക്ക് മെസ്സേജുകളെ എത്തിക്കുന്നത് സംവേദനാഡി. അപ്പോൾ തലച്ചോറിൽ നിന്നും സുഷുമ്നയിൽ നിന്നും തിരികെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മെസ്സേജുകളെ എത്തിക്കുന്നത് പ്രേരകനാഡി. മനസ്സിലായോ? അപ്പോൾ തലച്ചോറിലേക്ക് കൊണ്ടുപോകുന്നത് സംവേദനാഡി, തിരികെ മെസ്സേജിനെ കൊണ്ടുവരുന്നത് പ്രേരകനാഡി. എന്തെളുപ്പമാണ്? തലച്ചോറിലേക്ക് സംവേദനാഡി, തിരികെ പ്രേരകനാഡി. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും, രണ്ടും ചെയ്യും. അങ്ങോട്ടും കൊടുക്കും, ഇങ്ങോട്ടും കൊടുക്കും. ഏതാണ്? സമ്മിശ്രനാഡി. ഏതാണ്? സമ്മിശ്രനാഡി. അത്തരത്തിൽ ഒരു സമ്മിശ്രനാഡിക്ക് ഉദാഹരണം ഏതാണെന്ന് PSC പരീക്ഷയ്ക്ക് ചോദിച്ചാൽ കണ്ണുടച്ച് എഴുതിയേക്കണം. വാഗസ് നാഡി. ഫയർമാൻ ട്രെയിനി പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം. ഒരു മിക്സഡ് നെർവിന് അല്ലെങ്കിൽ ഒരു സമ്മിശ്ര നാഡിക്ക് ഉദാഹരണം ചോദിച്ചു. വാഗസ് നാഡി. ക്ലിയർ ആയല്ലോ? നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ.
നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ നിങ്ങളിപ്പോൾ ഒരുപാട് ക്ഷീണിച്ച് കാണും. കാര്യം നിങ്ങൾ നാഡീവ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു മസ്തിഷ്ക ഭാഗം പഠിച്ച് തീർക്കാം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ നിന്നത്. പക്ഷെ നമ്മൾ കാണാത്ത കുറച്ച് ചോദ്യങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ പഠിക്കാതെ പോയിട്ട് നമുക്ക് പൂർണ്ണത എത്തില്ല. അപ്പോൾ നമുക്ക് ആ പൂർണ്ണതയിലേക്ക് എത്തിക്കാം. പേടിക്കേണ്ട, ഇതൊരു മെമ്മറി ട്രിക്കിലൂടെ പഠിക്കാം. കാര്യം നമ്മൾ ക്ഷീണിച്ചിരിക്കുകയാണ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങൾ വളരെ എളുപ്പം നമുക്ക് പഠിക്കാം. പ്രേമ, ഏതാണ്? PREMA, പ്രേമ. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗങ്ങളെ എങ്ങനെ ഓർക്കാം? പ്രേമ. ഏതാണ്? പ്രേമ. അതാ കണ്ടില്ലേ ബോക്സ് നോക്കൂ, പ്രേമ, PREMA, പ്രേമ. പി വെച്ച് പാർക്കിൻസൺ, പി വെച്ച് പാർക്കിൻസൺ. ഒപ്പം ഒരു അസുഖങ്ങളുണ്ട്, പോളിയോ മെലിറ്റസ്. ഏതാണ്? പാർക്കിൻസൺ. മറ്റൊന്ന് പോളിയോ മെലിറ്റസ്. ആദ്യം നിങ്ങൾ പേര് പഠിക്കുക, പിന്നില്ല അസുഖം പഠിക്കുന്നത്. പാർക്കിൻസൺ, മറ്റൊന്ന് പോളിയോ മെലിറ്റസ്. അടുത്തത് റാബീസ്. അടുത്ത ഏതാണ്? റാബീസ്. അടുത്ത അസുഖം ഏതാണ്? റാബീസ്. അടുത്തത് ഈ വെച്ച് എപ്പിലപ്സി എന്ന് വെച്ചാൽ അപസ്മാരം, അപസ്മാരം, അപസ്മാരം. അടുത്തത് എം വെച്ച് നമ്മൾ പഠിച്ചു മെനിഞ്ചൈറ്റിസ്. ഏതാണ്? മെനിഞ്ചൈറ്റിസ്. എ വെച്ച് അൾഷിമേഴ്സ്. ഏതാണ്? എ വെച്ച് അൾഷിമേഴ്സ്. പറഞ്ഞു നോക്കിയേ, പ്രേമ. ഏതാണ്? പി വെച്ച് പാർക്കിൻസൺ. പറക്കി പറ. പാർക്കിൻസൺ, വിറയൽ രോഗം, ഷേക്കിംഗ് പൾസി എന്നറിയപ്പെടുന്ന വിറയൽ രോഗം എന്നറിയപ്പെടുന്ന പാർക്കിൻസൺ. ക്ലിയർ ആയല്ലോ? അടുത്തത് പോളിയോ മെലിറ്റസ്. എന്താണ് പോളിയോ മെലിറ്റസ്? അതെ, പിള്ളവാതം. ഏതാണ്? പിള്ളവാതം, പിള്ളവാതം. ക്ലിയർ ആയല്ലോ? പോളിയോ മെലിറ്റസ് അല്ലെങ്കിൽ പിള്ളവാതം. 6 വെച്ച് റാബീസ്, പേവിഷബാധ. 6 വെച്ച് എന്താണ്? പേവിഷബാധ. റാബീസ്, പേവിഷബാധ. ഹൈഡ്രോഫോബിയ എന്നൊക്കെ വിളിക്കുന്ന, ജലത്തോട് പേടിയുണ്ടാകും. ജലത്തോട് പേടിയൊന്നുമില്ല, അത് വിശദമായി പറഞ്ഞുതരാം. അപ്പോൾ ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്ന, പേവിഷബാധ എന്നറിയപ്പെടുന്ന റാബീസ്. ഓക്കെ. എപ്പിലപ്സി. ഈ വെച്ച് എപ്പിലപ്സി, അപസ്മാരം. എം വെച്ച മെനിഞ്ചൈറ്റിസ്. എം വെച്ച് എന്താണ്? മെനിഞ്ചൈറ്റിസ്. എ വെച്ച് അൾഷിമേഴ്സ്. എന്താ അൾഷിമേഴ്സ്? മറവി രോഗം, സ്മൃതിനാശ രോഗം. ഏതാണ്? സ്മൃതിനാശ രോഗം. മനസ്സിലായോ? അപ്പം നമുക്ക് നോക്കാം, ഓരോ അസുഖം മനസ്സിലാക്കണ്ടേ. ആദ്യം നമുക്ക് അൾഷിമേഴ്സ് എടുക്കാം. എന്താ അൾഷിമേഴ്സാ? അൾഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ മറവി രോഗം, സ്മൃതിനാശ രോഗം. എന്തിനാ കാട് കയറുന്നത്? ഞാൻ അൾഷിമേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നത്, നിങ്ങളുടെ ഒരു ബോധ മനസ്സല്ല, ഉപബോധ മനസ്സിലൂടെ ഇങ്ങനെ ഓരോന്ന് കയറി ഇങ്ങനെ വരും. ആ മനസ്സിൽ നിന്ന് വന്നത് എന്താണെന്നറിയാമോ? തന്മാത്ര സിനിമയാണ്. പലരുടെയും മനസ്സിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് തന്മാത്ര സിനിമയാണ്. എങ്കിൽ പിന്നെ സിനിമ കഥയിലൂടെ തന്നെ പഠിപ്പിക്കാം. അപ്പോൾ അൾഷിമേഴ്സ് എന്താണ് തന്മാത്ര സിനിമയെ കാണിക്കുന്നത്? മോഹൻലാലിന് റിട്ടയർഡ് ആവുന്നതിന് 1 വർഷം മുമ്പ് സിനിമയിൽ എന്ത് വരുന്നു? അൾഷിമേഴ്സ് വരുന്നു. അത് തന്നെ ഒരു പോയിന്റാണ്. പ്രായാധിക്യത്തിൽ മാത്രം, ഓൾഡ് ഏജിൽ മാത്രം ഉണ്ടാകുന്ന രോഗമാണ് ഏതാ? അൾഷിമേഴ്സ്. അപ്പോൾ പ്രായാധിക്യത്തിൽ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗം ഏതാ? അൾഷിമേഴ്സ്. പോയിന്റ് മനസ്സിലായല്ലോ? പ്രായാധിക്യത്തിൽ, ഓൾഡ് ഏജിൽ മാത്രം ഉണ്ടാകുന്ന രോഗമാണ് ഏതാ? അൾഷിമേഴ്സ്. എന്താണ് അൾഷിമേഴ്സ്? കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ നിൽക്കട്ടെ. എന്താ കേന്ദ്ര നാഡീവ്യവസ്ഥ? തലച്ചോറ് പ്ലസ് സുഷുമ്ന, തലച്ചോറിനെയും സുഷുമ്നയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ. അപ്പോൾ ആരിനി കേന്ദ്ര നാഡീവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരണം? തലച്ചോറും സുഷുമ്നയും അടങ്ങുന്നതാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ. അപ്പോൾ മനസ്സിലായോ? തലച്ചോറ് പ്ലസ് സുഷുമ്ന ഈസ് ഈക്വൽ ടു കേന്ദ്ര നാഡീവ്യവസ്ഥ. ഓക്കെ. അപ്പോൾ കേന്ദ്ര നാഡീവ്യവസ്ഥ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടുന്ന? തലച്ചോറും സുഷുമ്നയും. ഇനി ഞാൻ ആ വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരണം? തലച്ചോറും സുഷുമ്നയും വരണം. എന്താണ് അൾഷിമേഴ്സ്? പ്രായാധിക്യത്തിൽ ഉണ്ടാകുന്ന രോഗമാണ്. രണ്ടാമത്തെ പോയിന്റ്, കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ഏതെങ്കിലും ഒരു ന്യൂറോണ്, കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ഏതെങ്കിലും ഒരു ന്യൂറോണ് നാശം സംഭവിക്കുന്ന രോഗമാണ് അൾഷിമേഴ്സ്. ക്ലിയർ ആയോ? ഇങ്ങനെ ആവയവങ്ങളെ കൈമാറുകയാണ് ആര്? ഈ പറയുന്ന നമ്മുടെ ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശം. ഏതെങ്കിലും ഒരെണ്ണം നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇമ്പൾസ് മാറിക്കൊണ്ടിരിക്കുമോ? കൈ മാറിക്കൊണ്ടിരിക്കുമോ? ഇല്ല. കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ഏതെങ്കിലും ഒരു ന്യൂറോണിന് നാശം സംഭവിക്കുന്ന രോഗമാണ് ഏതാ? അൾഷിമേഴ്സ്. ലോക അൾഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21. ലോക അൾഷിമേഴ്സ് ദിനം എന്നാണ്? സെപ്റ്റംബർ 21. അടുത്തത് മെനിഞ്ചൈറ്റിസ്. തലച്ചോറിന് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. തലച്ചോറിന് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ്. അടുത്തത് എപ്പിലപ്സി അല്ലെങ്കിൽ അപസ്മാരം. എന്താണ് എപ്പിലപ്സി അല്ലെങ്കിൽ അപസ്മാരം? അതായത് തലച്ചോറിൽ ക്രമവിരുദ്ധമായ വൈദ്യുത ഡിസ്ചാർജുകൾ സൃഷ്ടിക്കുന്നു. എന്താ പറഞ്ഞേ? തലച്ചോറിൽ ക്രമവിരുദ്ധമായ വൈദ്യുത ഡിസ്ചാർജ് സൃഷ്ടിക്കുന്ന രോഗമാണ് എപ്പിലപ്സി അല്ലെങ്കിൽ അപസ്മാരം. ഓക്കെ ആണല്ലോ? പോകുന്ന വഴിക്ക് നിങ്ങളെ പേപ്പട്ടി കടിക്കുന്നു. എവിടെയാണ് ബാധിക്കുന്നത്? കേന്ദ്ര നാഡീവ്യവസ്ഥയെ. പേവിഷബാധ ബാധിക്കുന്നത് എവിടെയാണ്?
കേന്ദ്ര നാഡീവ്യവസ്ഥയെ, പേവിഷബാധ ബാധിക്കുന്ന എവിടെയാണ്? കേന്ദ്ര നാഡീവ്യവസ്ഥയെ. മനസ്സിലായോ? പേവിഷബാധ ബാധിക്കുന്ന എവിടെയാണ്? കേന്ദ്ര നാഡീവ്യവസ്ഥ. അപ്പോൾ പേപ്പട്ടി കടിച്ചു, റാബീസ് ബാധിക്കുന്നു, കേന്ദ്ര നാഡീവ്യവസ്ഥയാണ് ബാധിക്കുന്നത്. ഈ പേപ്പട്ടി കടിക്കുമ്പോൾ വെള്ളത്തോട് പേടിയെന്നാണ് പറയുന്നത്. സംഭവം അങ്ങനെയല്ല. ഈ പേ വന്ന പട്ടിക്ക് അല്ലെങ്കിൽ നായ്ക്ക് കീഴ്ത്താടിയെല്ല് തളർന്നു പോകും, ലോവർ ജോ തളർന്നു പോകും. അതിന് വെള്ളം കുടിക്കാൻ കഴിയത്തില്ല. അത് വെള്ളം കഴിയാതെ വരുമ്പോൾ ഉള്ള വെപ്രാളമാണ് നമ്മൾ ഹൈഡ്രോഫോബിയ എന്ന് വിളിച്ചത്. അല്ലാതെ അതിന് വെള്ളത്തോട് പേടിയൊന്നുമില്ല, കുടിക്കാൻ കഴിയുന്നില്ല, അപ്പോൾ ഉണ്ടാകുന്ന വെപ്രാളമാണത്. അപ്പോൾ ഹൈഡ്രോഫോബിയ എന്ന് വിളിക്കും. പേവിഷബാധ അറിയപ്പെടുന്നൊരു പേരാണ് ഹൈഡ്രോഫോബിയ, ജലത്തോടുള്ള പേടി. അങ്ങനെയാണെങ്കിൽ റാബീസ് ബാധിക്കുന്ന എവിടെയാണ്? കേന്ദ്ര നാഡീവ്യവസ്ഥ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് പോളിയോമെലിറ്റസ്, പിള്ളവാതം ബാധിക്കുന്ന എവിടെയാണ്? നാഡീവ്യവസ്ഥയാണ്. ക്ലിയർ ആയല്ലോ? പൾസ് പോളിയോ കഴിച്ചല്ലേ? ഓറൽ പോളിയോയും ഇഞ്ചക്ഷൻ പോളിയോ ഒക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ പൾസ് പോളിയോ ക്യാമ്പയിൻ വളരെ സ്ട്രോങ് ആണ്. 2004 UN തന്നെ പ്രഖ്യാപിച്ചതാണ്. എന്താ? പൾസ് പോളിയോ വിമുക്തമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പോളിയോ വിമുക്തമായിട്ടുള്ള രാജ്യം നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ഇന്ത്യയിലെ പൾസ് പോളിയോ ക്യാമ്പയിൻ എന്ന് ചോദിക്കും. നമുക്ക് വിശദമായി രോഗങ്ങൾക്കകത്ത് സംസാരിക്കാം. എങ്കിലും പോളിയോമെലിറ്റസ് അല്ലെങ്കിൽ പിള്ളവാതം ബാധിക്കുന്ന എവിടെയാണ്? നാഡീവ്യവസ്ഥയാണ്. ക്ലിയർ ആണല്ലോ? ഇനി പാർക്കിൻസൺ. എന്താണ് പാർക്കിൻസൺ? വളരെ സിമ്പിൾ. ശരീരത്തിലെ പ്രേരക നാഡികൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, തലച്ചോറിലേക്ക് മെസ്സേജുകളെ എത്തിക്കുന്നത് സംവേദനാഡി, തിരികെ മെസ്സേജുകളെ കൊണ്ടുവരുന്നത് ഏതാണ്? പ്രേരക നാഡി. അപ്പം അങ്ങോട്ട് സംവേദനാഡി, തിരികെ പ്രേരക നാഡി. ശരീരത്തിലെ പ്രേരക നാഡികൾക്ക് തകരാറ് സംഭവിക്കുന്ന രോഗമാണ് പാർക്കിൻസൺ. അപ്പോൾ എന്താ പറഞ്ഞത്? ശരീരത്തിലെ പ്രേരക നാഡികൾക്ക് തകരാറുണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺ. ലോക പാർക്കിൻസൺ ദിനം ഏപ്രിൽ 11. ലോക പാർക്കിൻസൺ ദിനം എന്ന ഏപ്രിൽ 11. പാമ്പ് നിങ്ങളെ കടിക്കുകയാണ് എവിടെ ബാധിക്കുന്നത്? പാമ്പിൻ്റെ വിഷം. റാങ്ക് ഫയൽ മുതലാളിമാർ എന്തെല്ലാം എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. അത് കണ്ടിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. എത്രയോ പിള്ളേർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു പുസ്തകത്തിൽ നോക്കുമ്പോൾ പാമ്പിൻ്റെ വിഷം ബാധിക്കുന്ന അവിടെ, മറ്റൊരു പുസ്തകം നോക്കുമ്പോൾ വേറെ ആൻസർ. ഇതിൻ്റെയൊക്കെ പൊരുൾ നോക്കാം. അവരുടെ പുസ്തകങ്ങൾ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം അതിൽ രണ്ടും ശരി തന്നെയാണ്. രണ്ട് പബ്ലിക്കേഷൻ്റെ പുസ്തകത്തിൽ എഴുതിയൊക്കെ രണ്ട് രീതിയിലാണെങ്കിൽ രണ്ടും ശരി തന്നെയാണ്. അതെന്താ ഒരു ഇരട്ടത്താപ്പെന്നല്ലേ? നമുക്ക് നോക്കാം. പാമ്പിൻ്റെ, നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ പഠിക്കുക. പാമ്പിൻ്റെ വിഷം ബാധിക്കുന്ന എവിടെയാണ്? നാഡീവ്യവസ്ഥയിൽ. എവിടെയാണ്? നാഡീവ്യവസ്ഥ. ക്ലിയർ ആയല്ലോ? അപ്പോൾ എല്ലാ പാമ്പിൻ്റെ വിഷം പൊതുവെ ബാധിക്കുന്ന എവിടെയാണ്? നാഡീവ്യവസ്ഥ. ഇനി മൂർഖൻ്റെ വിഷം ബാധിക്കുന്നത് കേന്ദ്ര നാഡീവ്യവസ്ഥ. അത് നാഡീവ്യവസ്ഥ തന്നെയാണേ. മൂർഖൻ്റെ വിഷം ബാധിക്കുന്ന എവിടെ തന്നെയാണ്? കേന്ദ്ര നാഡീവ്യവസ്ഥ. അപ്പോൾ പാമ്പിൻ്റെ വിഷം ബാധിക്കുന്ന നാഡീവ്യവസ്ഥ. മൂർഖൻ്റെ ഇനി ഒരു ഗമയ്ക്കം കയറ്റി പഠിക്കുകയാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ. ക്ലിയർ ആയല്ലോ? തലച്ചോറ്, സുഷുമ്നി. അണലി വിഷം. അണലിച്ച് പ്രശ്നമാണ്. പാമ്പിലൊരു വൃത്തികെട്ട പാമ്പാണ്, യുണീക്കായിട്ടുള്ള പാമ്പാണ്. സാധാരണ എല്ലാ പാമ്പും മുട്ടയിടുമ്പോൾ ഈ പാമ്പിരുന്ന് പ്രസവിക്കുന്ന ഏക പാമ്പ്. അതുപോലെ വിഷത്തിൻ്റെ കാര്യത്തിലുമുണ്ട്. അണലി വിഷം ബാധിക്കുന്നത് രക്തപര്യന എവിടെയാണ്? അണലി വിഷം ബാധിക്കുന്ന എവിടെയാണ്? രക്തപര്യന എവിടെയാണ്? അപ്പോൾ എന്നെ അണലി അടിച്ചു, എവിടാ? കാലെ കടിച്ചിരിക്കുകയാണ്. എവിടെ ബാധിച്ചേക്കുന്ന? രക്തപര്യന എന്തോ രക്തത്തിൽ എന്തെങ്കിലും അന്യവസ്തു കിടന്ന വൃക്കയായിരിക്കും. ശരിയല്ലേ? രക്തത്തെ അരിക്കുന്ന അവയവമാണല്ലോ വൃക്ക. അപ്പോൾ രക്തത്തെ അരിക്കാൻ നോക്കുമ്പം നമ്മുടെ വൃക്കയും അങ്ങ് അടിച്ചു പോകും. മനസ്സിലായോ? വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നാഡീവ്യവസ്ഥ പഠിക്കാൻ. അത്രമാത്രം. ഇതിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ വീഡിയോ ക്ലാസ് കാണുക മാത്രമല്ല ചെയ്യേണ്ടത്. മുൻകാലങ്ങളിലെ PSC പരീക്ഷയിൽ തലച്ചോറുമായി നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കുറിച്ചെടുത്ത് തന്നെ പഠിക്കുക. എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം നേരിടുക. നിങ്ങൾ യുദ്ധം നേരിടാൻ നിൽക്കുന്ന ഭടന്മാരാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറെടുത്ത് തന്നെ നിൽക്കുക. സമയം വളരെ കുറവാണ്. ആവർത്തിച്ച് വീഡിയോ കേട്ടും കണ്ടും പഠിച്ചും മനസ്സിലാക്കിയിരിക്കുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സുമായി അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.